പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് പൊരിയുണ്ട. എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. നമ്മുടെ എള്ളുണ്ട, അതേപോലെ കപ്പലണ്ടി മിഠായിയൊക്കെ ഇല്ലേ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കാണുന്നതാണ്. നമ്മളെല്ലാവരും കടയിൽ നിന്ന് വാങ്ങി കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. വെറും 2 ചേരുവ മാത്രം മതി. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. നമുക്കെല്ലാവർക്കും അറിയാം, പൊരിയുണ്ട റെഡിയാക്കുന്നത് ഈ പൊരി കൊണ്ടാണ്. പൊരി അല്ലെങ്കിൽ പഫ്ഡ് റൈസ് എന്നൊക്കെ പറയും. നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞാനിവിടെ ഇത് എടുത്തിട്ടുള്ളത് 3 കപ്പാണ്. നമ്മളിത് വാങ്ങിക്കുമ്പോൾ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്നൊരു പാനിലിട്ടിട്ട് കുറച്ച് സമയം ഒന്ന് വറുത്തെടുക്കണം. കുറച്ച് സമയമൊന്നും പറയാൻ പറ്റില്ല, ഏതാനും മിനിറ്റുകൾ മാത്രം മതി. ജസ്റ്റ് അതൊന്നുകൂടെ ഒന്ന് ക്രിസ്പി ആയി വരാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ശർക്കരയിലേക്ക് ഇടുമ്പോൾ ചിലപ്പോൾ വല്ലാണ്ട് കുഴഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ കുഴഞ്ഞു പോവാതെ ഒന്ന് ക്രിസ്പി ആയിരിക്കാൻ വേണ്ടി കുറച്ചൊരു 1-2 മിനിറ്റ് ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ കളറ് ചേഞ്ച് ആവരുത്. കളറ് ചേഞ്ച് ആവാൻ തോന്നുകയാണെങ്കിൽ അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യണം. അത്യാവശ്യം ക്രിസ്പി ആകുമ്പോൾ അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ട് ശർക്കര മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 കപ്പ് പഫ്ഡ് റൈസിലേക്ക് ഈ 3 പീസ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ കയ്യിൽ ശർക്കരേൻ്റെ വലിപ്പം അനുസരിച്ചൊക്കെ ഞങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ എത്ര വേണമെന്ന്. ഇനി നമുക്ക് ഈ ശർക്കര ഉരുക്കാൻ ആവശ്യമായിട്ടുണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശർക്കര പൊടിച്ചിട്ട് ചേർക്കാം കേട്ടോ നല്ലത്. ഞാനിപ്പോൾ പൊടിക്കാൻ മടിച്ചിട്ട് നേരെ അതുപോലെ ഇട്ട് കൊടുത്തിരിക്കണം. ഇനി അതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലിട്ടിട്ട് തന്നെ പൊടിക്കാമെന്ന് വിചാരിച്ചിട്ട്. നമ്മൾ ശർക്കര പൊടിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മെൽറ്റായി കിട്ടും. എന്തായാലും ഇപ്പോൾ നമ്മുടെ ശർക്കര ഇങ്ങനെ മെൽറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ഇത് ഒന്നിങ്ങനെ മെൽറ്റായി വരുമ്പോൾ ഇതിലിട്ട് തന്നെ ഇങ്ങനെ കുത്തി കൊടുത്താൽ അതങ്ങ് പൊടിഞ്ഞ് വന്നോളും. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ആദ്യം പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ വളരെ നല്ലത്, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ ശർക്കര ഇങ്ങനെ നന്നായിട്ട് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഓപ്ഷനിലാണ് ഒന്നുകൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഏലക്കായുടെ പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ വീണ്ടും പറയുന്നു, അത് ഓപ്ഷനിലാണ്. കാരണം ഞാൻ 2 ചേരുവ മതി എന്നൊക്കെ പറഞ്ഞ് ഇനി 3 ചേരുവ ആയി എന്ന് ആരും പറയരുത്. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്. ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും ഏലക്കായുടെ പൊടി ചേർത്താൽ. നമുക്കറിയാമല്ലോ, നമ്മൾ ഇങ്ങനത്തെ ഐറ്റംസിലൊക്കെ ഏലക്കായുടെ പൊടി ചേർക്കുമ്പോൾ ഒന്നുകൂടി ആ ഒരു ഏലക്കായുടെ ടേസ്റ്റ് വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇപ്പോൾ എന്തായാലും നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കായുടെ പൊടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട, വളരെ കുറച്ച് മതി. അത് ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ ശർക്കരയിൽ വെള്ളം ഇങ്ങനെ വറ്റിച്ച് ഒരു എന്താ പറയുക, നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കിയാൽ ഉണ്ടായി നിൽക്കുന്ന ആ ഒരു പരുവത്തിലാവണം ശർക്കര. എന്നിട്ടേ നമുക്ക് നമ്മുടെ പഫ്ഡ് റൈസ് ഇതിലേക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ആയോ എന്ന് അറിയാൻ വേണ്ടി കുറച്ച് തണുത്ത വെള്ളം എടുക്കുക, സാധാ പച്ചവെള്ളം എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ശർക്കര ഇതുപോലെ ഉറ്റിച്ച് നോക്കുമ്പോൾ നമുക്ക് കയ്യിൽ ഇങ്ങനെ കോരിയെടുക്കാൻ പറ്റുന്നൊരു പരുവത്തിൽ ശർക്കര വരികയാണെങ്കിൽ അത് പാകമായിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇതുപോലെ കിട്ടണം. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള പഫ്ഡ് റൈസില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ. കുറച്ച് വെച്ചിട്ട് വേണം ഇതിലേക്ക് ഇടാൻ. തീ സിമ്മിലിട്ടോളൂ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ പഫ്ഡ് റൈസിലെ എല്ലാ റൈസിലും ഈ ശർക്കരയുടെ കോട്ടിങ് വരുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അത് ഉണ്ടയാക്കി എടുക്കുമ്പോൾ ശരിക്കും നല്ല കട്ടിയിൽ നിൽക്കില്ല, പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നന്നായിട്ട് ഇതിലെല്ലാ റൈസിലും ഇത് ശർക്കര കോട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മളിത് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ല ചൂടായിരിക്കും. അപ്പോൾ ഈ ചൂടോട് കൂടി നമുക്ക് ഉരുളയാക്കാൻ കഴിയില്ല, നമ്മുടെ കൈ പൊള്ളിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു 2 മിനിറ്റ്, വെറും 2 മിനിറ്റ് മതി. 2 മിനിറ്റ് ഒന്ന് ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വെക്കുക. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചൂടൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒക്കെ ഒന്ന് തടവട്ടെ. ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ഇതുപോലെ കയ്യിലെടുത്തിട്ട് ബോളുകളാക്കിയിട്ട് എടുക്കാം. പിന്നെ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ ചൂട് വല്ലാണ്ട് അങ്ങ് കുറഞ്ഞു പോയാൽ നമ്മളിത് ബോളാക്കുമ്പോൾ അത് ഒട്ടിപ്പിടിച്ചിരിക്കില്ല, വേഗം പൊടിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ചൂട് വല്ലാണ്ട് കുറയാൻ നിൽക്കണ്ട. നല്ല ചൂടോടെ ആക്കാൻ കഴിയുന്നവർ നല്ലത് അങ്ങനെ തന്നെ ആക്കണം. നമ്മുടെ കയ്യിന് എത്രത്തോളം ചൂട് താങ്ങേണ്ട കപ്പാസിറ്റി ഉണ്ട് അതിനനുസരിച്ച് നമുക്കിത് ബോളാക്കിയിട്ട് എടുക്കാം. നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് അവർ നല്ല ചൂടിൽ ചെയ്യുന്നതാണെന്ന് തോന്നും. കാരണം നല്ല കട്ടിയിലല്ലേ അതിരിക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൻ്റെ ഒരു ചൂട് താങ്ങാൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. ഇനി നല്ല ചൂടിൽ പോയി തൊട്ടിട്ട് കൈ ആരും പൊള്ളിക്കാൻ നിൽക്കരുത് കേട്ടോ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. ഞാനിപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് എടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ കയ്യിൽ വെച്ച് പ്രസ് ചെയ്തിട്ട് നമുക്ക് ബോളുകളാക്കിയിട്ട് എടുക്കാം. കയ്യിൽ ഓയിലോ എണ്ണയോ തടവിയില്ലെങ്കിൽ ശർക്കര ഉള്ളതുകൊണ്ട് തന്നെ ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഷേപ്പിലുള്ള ബോളുകളായിട്ട് കിട്ടില്ല. അപ്പോൾ എന്തായാലും
എന്തായാലും ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. പിന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അതുപോലെ തന്നെ നമുക്ക് ടൈറ്റ് ആയ ഒരു കണ്ടെയ്നറിലിട്ട് അടിച്ചു വെച്ചാൽ കുറേ നാളിത് കേടാവാതെ നിൽക്കുകയും ചെയ്യും. പിന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുകയും ചെയ്യും, നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് റെഡിയാക്കാം. ഞാൻ ഇതിപ്പോൾ എല്ലാം ബോളുകളാക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 3 കപ്പോളാണ് എടുത്തത് പഫ്ഡ് റൈസ്. അത് ഇത്രയും ബോൾസിനുണ്ട് ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ ബോളിൻ്റെ സൈസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിൽ, നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഷേപ്പില്ലേ, ആ ഒരു സൈസിലേക്ക് തന്നെയാണ് ഞാൻ ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും റെഡിയാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ പഫ്ഡ് റൈസ് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഉണ്ടാവും, വളരെ കുറഞ്ഞ റേറ്റേ ഉള്ളൂ അതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങിയിട്ട് റെഡിയാക്കി നോക്കാം, കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക, എന്തായാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.